പ്രിയമുള്ളവരെ നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ സാധാരണഗതിയിൽ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് കൊണ്ട് നിങ്ങൾക്കൊരു വരുമാനം കൂടി ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ? സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുക. കേവലം 22 ദിവസം കൊണ്ട്, വെറും 22 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന പ്രധാനപ്പെട്ട 3 ടിപ്സുകളാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് പ്രൊഫഷണൽ ഡാഷ്ബോർഡായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ അവർ തന്നിരിക്കുന്ന ടാസ്കിനൊപ്പം നിങ്ങളുടെ ഫേസ് വീഡിയോ കൂടി ഇടുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫേസും നിങ്ങളുടെ ശബ്ദവുമുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യുക. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോളോവേഴ്സിനെ നിങ്ങൾ കൂട്ടുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമുള്ളിടത്തേക്കൊക്കെ ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുത്തിട്ട് ഈ ഫോളോവേഴ്സിൻ്റെ എണ്ണം നിങ്ങൾ കൂട്ടുക. അവരോട് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനുമായിട്ട് ആവശ്യപ്പെടുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോപ്പിറൈറ്റുള്ള ഒരു സാധനം പോലും നിങ്ങളുടെ ഫേസ്ബുക്ക് വഴി നിങ്ങൾ ഇടാൻ വേണ്ടി പാടില്ല. കോപ്പിറൈറ്റുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പാട്ടായിരിക്കാം, ചില സീൻസ് ആയിരിക്കാം, എന്തുമായിരിക്കാം. പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ പാട്ടുകളുണ്ട്, അത് നിങ്ങൾ നോക്കിയിട്ട് അത് കൃത്യമായിട്ട് ചെയ്യുക. കോപ്പിറൈറ്റുള്ള സാധനം ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. സാധാരണഗതിയിൽ പോസ്റ്റൊക്കെ ഇടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് 22 ദിവസങ്ങൾ കൊണ്ട് ഓണായെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട്, ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഇതിനേക്കാളും എത്രയോ മുമ്പ് ഈ CM ടൂൾ ഓപ്പണായി വരും. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ്സ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.